എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. വല്ല പിരിവാരും അയച്ചു ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കൂല. ദാ വരണേ. അല്ലാന്ന് നിങ്ങൾ ഇപ്പോഴല്ലേ ആഫീസിലേക്ക് പോയത്? ഇത്ര പെട്ടെന്ന് നിങ്ങളെ പണി കഴിഞ്ഞോ? നമ്മളെ പണി പോയി. അതൊരു സിനിമ പേരല്ലേ? അത് കിളി പോയി, ഇത് പണി പോയി. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പോന്ന്. എന്തായി, എനിക്കിഷ്ടായില്ലേ? ഇങ്ങള് ചൂടാവല്ലേന്ന്. എന്താ സംഭവിച്ചെന്ന് പറ. നമ്മളെ മുതലാളി ആള് ശരിയില്ലാന്ന് മൂപ്പര് നമ്മളോടൊരു മറ്റടുത്ത വർത്താനോ. ഞമ്മക്കത് പിടിച്ചില്ല. അപ്പൊ തന്നെ പണി വേണ്ട വിചാരിച്ച് പോന്ന്. അല്ല പിന്നെ എന്തൊലക്കമ്മലെ പണി ഞങ്ങൾ കാണിച്ചത് മനുഷ്യ. മുതലാളിമാരായ അങ്ങനെ പലതും പറയും. എന്റെ സൂറാവി, ഞമ്മളൊക്കെ തറവാട്ടുകാരല്ലേ. മുതലാളിമാരെ എല്ലാ വർത്താനം അങ്ങനെ വെറുതെ കേട്ടിക്കാൻ പറ്റുമോ? എത്ര മെനക്കെട്ടാണ് ഈ പണി കിട്ടിയെന്ന് അറിയൂലേ? അത് വിചാരിച്ച് ഒരു മുതലാളി വന്നിക്ക്. മുതലാളി ബുദ്ധിയില്ലാത്ത മുതലാളി വല്ലതും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത നിങ്ങളത് ക്ഷമിക്കട്ടെ. ഈറ്റ വർത്താൻ ഏത് മുതലാളി പറഞ്ഞാലും ഞമ്മള് പണിയിട്ടേച്ച് പോരും. ഞമ്മളെ കോഴിക്കോട്ടെ ഒന്നാം തരം കോയാണ്. ഓ, ഒരു കോഴിക്കോട്ടെ കോയ. ഇനി കോഴി ബിരിയാണി തിന്നാൻ തൊള്ളയിൽ തുറന്നിങ്ങ് പോയി. ഉള്ള നല്ലൊരു പണിയും കളഞ്ഞ് ഇവിടെ വന്നിങ്ങനെ കുളൂസ് പറയാ. ഒരു കോഴിക്കോട്ടെ കോയ. കോഴിക്കോട്ടുകാരെ കുറിച്ച് ഒരക്ഷരം ഉണ്ടരുത്. ഏതായാലും നിങ്ങള് കൊയിലാണ്ടിക്കാരെ കാട്ടി നല്ലതാണ്. ഓ, കൊയിലാണ്ടിയിലുള്ള നമ്മൾ ആങ്ങളെ ശുപാർശ ചെയ്ത് കിട്ടിയ ജോലിയാ. അതും കളഞ്ഞു വന്നിട്ട് പിന്നെ കിബിറ് പിന്നെയും പാടി. എന്താണ് ഇത്ര വലിയ വർത്താനങ്ങളോട് നിങ്ങളെ മുതലാളി പറഞ്ഞത്? അത് പറ. നമ്മളോട് നമ്മളെ മുതലാളി പറഞ്ഞ കാര്യം എന്നോടാന്ന് പറയുന്ന വെച്ചാൽ ഈയും ആ പണി കളഞ്ഞു വരും. എന്താണ് ഇത്ര വലിയ വർത്താനങ്ങളോട് നിങ്ങളെ മുതലാളി പറഞ്ഞത്? അത് പറ. രാവിലെ തന്നെ വന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാനാണെങ്കിൽ നാളെ മുതൽ പണിക്ക് വരണ്ടെന്ന് പറഞ്ഞ് ആ പറഞ്ഞ് നമുക്ക് തീരെ പിടിച്ചില്ല. നമ്മളിങ്ങോട്ട് പോകുന്നത്. അല്ല പിന്നെ